സിപിഎമ്മും കോൺഗ്രസും സംയുക്തമായാണ് കേരളത്തിൽ ഭീകരവാദം വളർത്തുന്നതെന്ന് ആലപ്പുഴയിലെ എൻഡിഎ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. കേരളത്തെ കലാപഭൂമിയാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പൊന്നാനിയിലെ ലോ കോളേജിലെ എൻഡിഎ സ്ഥാനാർത്ഥിയെ തടഞ്ഞത്. തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിയുന്നതെന്ന് ഇതിനൊക്കെ പിന്നിലുള്ളവർ ഓർക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ആലപ്പുഴയിൽ നിന്നും നിഷ ദിലീപ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴയിൽ ചൂട് ഓരോ ദിവസവും ഏറി വരികയാണ്. പ്രചാരണ ചൂടാണെങ്കിൽ അതിനേക്കാൾ ഏറി വരുന്നു. ആലപ്പുഴയിലെ എൻഡിഎ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ പ്രചാരണം ആരംഭിച്ചിട്ട് ഒരു മാസത്തോടടുക്കുന്നു. ഈ ഒരു മാസം കാലം കൊണ്ട് ആലപ്പുഴയിലെ എല്ലാ ആളുകളെയും എല്ലാ വോട്ടർമാരെയും നേരിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് അവരിൽ നിന്നും മനസ്സിലാക്കിയ ആലപ്പുഴയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ? വളരെ വലിയ പ്രശ്നങ്ങൾ ആലപ്പുഴ പാർലമെന്റിലെ ജനങ്ങൾക്കുണ്ട്. അവർക്ക് കുടിക്കാൻ ശുദ്ധജലമില്ല. അവർക്ക് കിഴക്കിൻ്റെ വെനീസ് എന്ന് പറയുന്ന ആലപ്പുഴ വൃത്തിഹീനമായി കിടക്കുകയാണ്. കായലുകൾ സംരക്ഷിക്കേണ്ടതുണ്ട്. അവർക്ക് മത്സ്യമേഖലയിൽ വ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് ഇവിടെ ജോലിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഹാർബറുകളില്ലാതെ കൊല്ലത്തും എറണാകുളത്തും ഒക്കെ പോയി 2000 രൂപ സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ട് പണിയെടുക്കാൻ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ ദുരിതമുണ്ട്. ആലപ്പുഴയിലെ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കോളേജുകൾ ആലപ്പുഴയ്ക്കകത്തില്ല എന്നുള്ളതാണ്. ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ആകെ കാണുന്ന വികസനം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണകാലത്ത് കിട്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ്. അത് ചോദിക്കാതെ കിട്ടിയ റോഡിന്റെ വികസനമാണെങ്കിലും ഹോസ്പിറ്റലിന്റെ വികസനമാണെങ്കിലും, പക്ഷെ അത് മതിയോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെയാണ് ഡോക്ടറും നേഴ്സും തമ്മിലുള്ള അനുപാതം വളരെ കുറഞ്ഞ് കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികളിലെ മരണങ്ങൾ ഉണ്ടാകുന്നു. മരണമല്ലത്, അത് ശ്രദ്ധാക്കുറവ് മൂലമുണ്ടാകുന്ന കൊലപാതകങ്ങളാണ്. 2 പിഞ്ചു കുട്ടികളുടെ അമ്മയെ നഷ്ടപ്പെട്ടു. അവർ കരയുകയാണ്. അനസ്തേഷ്യ കുത്തിവെച്ചതിൻ്റെ പേരിൽ മരുന്ന് മാറ്റിക്കയറ്റിയതാണോ, ഇദ്ദേഹം ഉറങ്ങിപ്പോയതാണോ ഡോക്ടർ എന്ന് പോലും അറിയാതെ ആ വീട്ടുകാർ പരാതി കൊടുത്തിട്ടുണ്ട്. നിരവധി സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താ സംഭവിക്കുന്നത്? നമുക്ക് ആവശ്യമായിട്ടുള്ള നേഴ്സിംഗ് മേഖല പാടെ തകർന്നിരിക്കുകയാണ്. ഒരു ആശുപത്രിയിലെ ഡോക്ടർക്ക് എത്ര രോഗികളെ നോക്കാൻ സാധിക്കും എന്നതിനൊരു കണക്ക് ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഉണ്ടാക്കണം. ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും ആരോഗ്യ മേഖലയെക്കുറിച്ച് അറിയില്ല. കാരണം അവർ കഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ മാധ്യമ സുഹൃത്തുക്കൾ അവതാരകന്മാരും അവതാരികമാരുമാക്കിയായിട്ട് ഇരിക്കുന്ന, വളരെ സന്തോഷകരമായിട്ട് ഇരിക്കാൻ സാധിക്കുന്ന AC മുറിക്കകത്ത് ഇരിക്കുന്ന തെറ്റല്ല, അവർക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റൂ. അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. അങ്ങനെ ഇരുന്ന് കുറേ കാലം പ്രവർത്തിച്ച ഒരു വ്യക്തി വന്ന് പെട്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയാവുകയാണ്. അവർക്ക് അടിത്തട്ടിൽ അറിയില്ല, ആർക്കാണ് വേദനയെന്നറിയില്ല, കുടുംബത്തിന്റെ സ്ഥിതി അറിയില്ല, എന്താണ് നഴ്സിംഗ് മേഖലയെന്ന് പഠിച്ചിട്ടില്ല. പഠിച്ചിരുന്നുവെങ്കിൽ ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ നിന്ന് കിട്ടിയിട്ടുള്ള പദ്ധതികൾ അത്രയും അത് കൂടുതൽ നേടിയെടുക്കാൻ അവർ പരിശ്രമിക്കുമായിരുന്നു. പകരം അവരെന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു ജില്ലാ ആശുപത്രി ഉണ്ട് എന്ന് വിചാരിക്കുക, ഒരു താലൂക്ക് ആശുപത്രി ഉണ്ട് എന്ന് വിചാരിക്കുക. ആ താലൂക്ക് ആശുപത്രിയുടെ, ജില്ലാ ആശുപത്രിയുടെ ഒരു കോർണറിൽ പെയിന്റ് അടിച്ചിട്ട് ആയുഷ് ഡിപ്പാർട്ട്മെന്റ് എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. അതിനല്ല ആയുഷ് മന്ത്രാലയം എന്ന് പറയുന്നത് വ്യക്തിഗതമായിട്ട് ആംബുലൻസുകൾ ഇറക്കണം. വ്യക്തിഗതമായിട്ട് ആളുകളുടെ വീടിനകത്തേക്ക് ഡോക്ടറും നേഴ്സും ഒരുമിച്ച് പോകണം. അവരുടെ പ്രഷറും ഷുഗറും മാത്രമല്ല, ആശാ വർക്കേഴ്സ് ചെയ്യുന്ന പണി തന്നെ ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ നിങ്ങൾ വീടുകൾക്കകത്ത് ചെന്ന് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടാനുകോടി രൂപ കേരളത്തിലേക്ക് കൊടുത്തത്. ഇവിടെ താലൂക്ക് ആശുപത്രി മുമ്പ് ശ്രീമതി ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്താണ്. കാലം എത്രയായി? അത് കഴിഞ്ഞ് ശൈലജ വന്നു, അത് കഴിഞ്ഞിപ്പോൾ വീണ വന്നു, അല്ലേ? ഇന്നും ആശുപത്രിയുടെ സ്ഥിതി എന്താണ്? ഗർഭിണിയായിട്ടുള്ള സ്ത്രീ പായ കൊണ്ടുപോയി, തലയണ കൊണ്ടുപോയി സർക്കാർ ആശുപത്രിയിൽ നിറവയറുമായിട്ട് നിലത്ത് കിടക്കുകയാണ്. കാരണം ആവശ്യത്തിന് കട്ടിലില്ല, ആവശ്യത്തിന് സൗകര്യങ്ങളില്ല, ഡോക്ടറില്ല, നേഴ്സില്ല. പക്ഷെ പോകാൻ അവർക്ക് ഗതിയില്ലെന്നേ, വേറൊരു സ്ഥലമില്ല. നിങ്ങൾക്കറിയാമല്ലോ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒന്ന് പോവുക, ഗവൺമെന്റ് സംവിധാനത്തിലൊന്ന് പോയി നോക്കൂ. ഒരു എഴുത്തും വായനയും അറിയാത്ത അത്യാപത്ത് വന്നുകൊണ്ട് ഭർത്താവിനെയോ മകനെയോ മകളെയോ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു അമ്മ, ആ അമ്മ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് തിരിച്ചു വരാൻ 1/2 മണിക്കൂർ സമയം പിടിക്കും. അവർക്കൊരു എക്സ്റേ എടുക്കണം, അല്ലെങ്കിൽ അവർക്കൊരു സ്കാനിങ് ചെയ്യണം. രോഗി കഠിനമായിട്ടുള്ള അസുഖത്തിലാണെങ്കിലും 6 മാസം കഴിഞ്ഞിട്ടുള്ള ചീട്ടാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ മരിക്കില്ലേ? അവരെ കിട്ടുമോ കയ്യിൽ? അപ്പോൾ ഇവിടെ ആരോഗ്യ മേഖലയെ അപ്പാടെ തകർത്തു. ഇതിന്റെ ദുരന്തം അനുഭവിക്കുന്നവർ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലുണ്ട്. എന്നാൽ നരേന്ദ്രമോദി പറയുകയാണ് 5 ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി അദ്ദേഹം പ്രഖ്യാപിച്ചു കൊടുത്തു. ആ കൊടുത്ത പദ്ധതിക്ക് ആലപ്പുഴയിൽ മാത്രം 22 ആശുപത്രികളെ എംപാനൽ ചെയ്തു ആലപ്പുഴക്കാർക്ക് വേണ്ടിയിട്ട്. ഇത് എത്ര വീടുകളിലേക്ക് എത്തിക്കാൻ ഇവിടുത്തെ മുൻ MP സാധിച്ചു? ചോദ്യമല്ലേ? ഈ ചോദ്യം ജനങ്ങൾ എന്നോട് ചോദിക്കുകയാണ്. ഞാൻ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവരിങ്ങോട്ട് ചോദിക്കുകയാണ്. മത്സ്യസമ്പത്ത് യോജന പദ്ധതിക്ക് കോടികൾ കൊടുത്തിട്ടും മത്സ്യമേഖലയിലെ വീടുകൾ
വീടുകളിലേക്ക് ഇതിന്റെ ആനുകൂല്യം എത്തിച്ചു കൊടുക്കുന്നതിൽ എന്തുകൊണ്ടാണ് ഇവർ മുഖം തിരിഞ്ഞു നിന്നത്? മത്സ്യത്തൊഴിലാളികൾ നമ്മളോട് ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവർക്ക് നല്ല ഒരു എക്സ്പോർട്ടിംഗ് സെന്ററുകൾ ഉണ്ടാകാത്തത്? എന്താണ് അവർക്ക് നല്ല ഹാർബർ ഉണ്ടാകാത്തത്? കൊല്ലത്തും കൊച്ചിയിലും നടക്കുന്ന വികസന പ്രവർത്തനം എന്താണ് ഇവിടെ ഉണ്ടാകാത്തത്? ഈ ചോദ്യം ഇവിടുത്തെ ജനങ്ങൾ ചോദിക്കുകയാണ്. എല്ലാ മേഖലയും പാടെ ദുരിതത്തിലാണ്. അങ്ങനെ ദുരിതമുള്ള ഒരു ജില്ലയെ നരേന്ദ്രമോദിയോടൊപ്പം ഇരുന്നു കൊണ്ട് ആ ജില്ലയ്ക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ പ്രതിനിധിയായി ദുഃഖവും ദുരിതവും ഒക്കെ അറിയുന്ന ഒരാൾ പോകണം എന്ന് ആലപ്പുഴയിലെ ജനം ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഒരു റിസൾട്ട് എന്നോണം സ്ഥാനാർത്ഥിയുടെ പ്രചരണ യോഗങ്ങളിലെല്ലാം തന്നെ ഞാൻ പോകുന്ന ഓരോ വഴികളിലും ധാരാളം ആളുകൾ കോൺഗ്രസിൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും മാറി BJP-ക്കകത്തേക്ക് വരുന്നു. ഷാലിട്ട് സ്വീകരിക്കുകയാണ്. രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു പിന്തുണ. കാരണം എന്താണെന്ന് അറിയുമോ? ഒരു മാത്രവുമല്ലല്ലോ, കോൺഗ്രസ് ഒരു സ്ത്രീയെ മത്സരിപ്പിക്കുന്നു, മാർക്സിസ്റ്റ് പാർട്ടി ഒരാളെ മത്സരിപ്പിക്കുന്നു, CPI ഒരാളെ മത്സരിക്കുന്നുണ്ട്. പക്ഷേ CPIയുടെ മിസ്റ്റർ രാജയുടെ പണി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ എങ്ങനെ വിജയിപ്പിക്കണമെന്നാണ്. പക്ഷേ ഗതികേടെന്ന് പറയട്ടെ, പാർട്ടി തീരുമാനമെടുത്തു. CPIയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും തീരുമാനമെടുത്തു. രാജയുടെ ഭാര്യ ആനി രാജ വയനാട് മത്സരിക്കുകയാണ്. അതൊരു സൗഹാർദ്ദ മത്സരമാണ്. അവിടെ യഥാർത്ഥ മത്സരം നടക്കുന്നത് രാഹുൽ ഗാന്ധിയും BJPയുടെ സംസ്ഥാന അധ്യക്ഷനും കൂടിയിട്ടാണ്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ സ്ത്രീകൾ അവതരിപ്പിച്ചിട്ടുള്ളത് വളരെ കുറഞ്ഞ സംഖ്യയിലാണ്. ഇപ്പം ഇന്നലെ തന്നെ ഞങ്ങളുടെ സഹോദരിയാണ്, എൻ്റെ അനുജത്തിയാണ് നിവേദിത സുബ്രഹ്മണ്യം. ആ നിവേദിത സുബ്രഹ്മണ്യം എന്ന് പറയുന്ന മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു കോളേജിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFIയും ഇവർ രണ്ടു കൂട്ടരും ഒരുമിച്ച് ആ സ്ത്രീയെ തടഞ്ഞില്ലേ? ഇതെന്താ ഈ പൊന്നാനി മണ്ഡലം എന്ന് പറയുന്നത് ഇന്ത്യയിലല്ലേ? നിങ്ങളുടെ വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ തീക്കളിയാണ് കളിക്കുന്നത്. നിങ്ങളുടെ വിദ്യാഭ്യാസ കേന്ദ്രം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാര്യയുടെ കെട്ടുതാലി വിറ്റ് കൊണ്ടുവന്ന് ഉണ്ടാക്കിയ സ്ഥാപനമല്ല. ഇവിടുത്തെ ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് നിങ്ങൾ വിദ്യാഭ്യാസ കേന്ദ്രം നടത്തുമ്പോൾ ആ വിദ്യാഭ്യാസ കേന്ദ്രത്തിനകത്തേക്ക് ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള നരേന്ദ്രമോദിയുടെ കൂടെയുള്ള ഒരാൾ കയറാൻ നിങ്ങൾ സമ്മതിക്കില്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുന്നത് നിങ്ങൾ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാണ് എന്ന് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധികാരികളെ ഇവിടെ നിന്നുകൊണ്ട് ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്ത് തീവ്രവാദമാണ് കേരളത്തിൽ നടക്കുന്നത്? ആരാണ് ഈ തീവ്രവാദത്തെ സ്പോൺസർ ചെയ്യുന്നത്? നിങ്ങൾക്ക് മതിയായില്ലേ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും? നിങ്ങൾ കാരണമാണ് കണ്ണൂരിൽ നിന്ന് ഫയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഭീകരവാദിയായി പോയത്. ഇവര് കാരണമാണ് പാനായിക്കുളത്ത് ഭീകരവാദ സ്ഫോടനത്തിന് ആവശ്യമായ ബോംബുകൾ ഉണ്ടാക്കിയത്. ഈ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും കാരണമാണ് മലപ്പുറത്തെ ഗ്രീൻ വാലിയിൽ ഭീകരവാദ കേന്ദ്രമുണ്ടായത്. ഇവര് കാരണമാണ് ഇവിടെ അബ്ദുൾ നാസർ മദനി ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ എറണാകുളത്ത് ബസ് കത്തിച്ചത്. ഇവര് കാരണമാണ് ഇവിടെ പാവപ്പെട്ട ഒരു അധ്യാപകന്റെ കൈവെട്ടി മുറിച്ചെടുത്തത്. ഇവര് കാരണമാണ് ഇവിടെ മതപരമായിട്ട് ആരാധന നടത്താൻ വേണ്ടി ക്രിസ്ത്യൻ സമൂഹം പോയപ്പോൾ ആ സമൂഹത്തിനകത്ത് ബോംബ് സ്ഫോടനം നടന്നത്. എന്താ കാരണം? നിങ്ങളാണ് ഇവിടുത്തെ ഭീകരവാദികളെ സംരക്ഷിക്കുന്നത്. ഭീകരവാദ സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് പ്രഖ്യാപിക്കാനും അവരെ മാറ്റി നിർത്തുമെന്ന് തീരുമാനമെടുക്കാനും നാട്ടല്ലില്ലാത്ത കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നേതൃത്വമാണ് ഇന്ന് കേരളത്തെ ഈ കലാപഭൂമിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഒരു സ്ത്രീ, ഒരു വനിതാ ലീഡർ എന്നുള്ള രീതിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയെ അധിക്ഷേപിക്കാൻ, ആക്ഷേപിക്കാൻ പൊന്നാനി പാർലമെന്റിനകത്ത് മാർക്സിസ്റ്റ് പാർട്ടിയും ലീഗും നടത്തിയിട്ടുള്ള ഈ ഗൂഢാലോചന ഉണ്ടല്ലോ, നിങ്ങൾ കണക്ക് പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞോട്ടെ. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുന്നിൽ ഞങ്ങൾക്ക് നടത്താൻ അറിയും സമരം. നിങ്ങൾ അങ്ങനെ വെള്ളരിക്ക പട്ടണമാണ് മലപ്പുറം ജില്ല എന്നുള്ള തോന്നലൊന്നും വേണ്ട. 10-20 വർഷക്കാലം ഞാൻ അവിടെ താമസിച്ച ഒരാളാണ്. 10-20 വർഷക്കാലം മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലെ ചങ്ങരംകുളത്ത് സാമൂഹ്യ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഒരാളാണ്. അന്നൊന്നും ഇല്ലാത്ത ഈ പ്രതിഷേധം ഞാൻ പൊന്നാനിയിൽ മത്സരിച്ചതാണല്ലോ. പൊന്നാനി നിയോജക മണ്ഡലത്തിലെ പാലോളി മുഹമ്മദ് കുട്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ അറിയപ്പെടുന്ന ലീഡറായിരുന്നു. കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന ലീഡറാണ് മിസ്റ്റർ MP ഗംഗാധരൻ. ഞാൻ അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് എത്രയോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഞങ്ങൾ പോയി. അന്നൊന്നും ഇല്ലാത്ത തീവ്രവാദ സാന്നിധ്യം, ഭീകരവാദ സാന്നിധ്യം എങ്ങനെയാണ് ഇപ്പോൾ പൊന്നാനിയിൽ ഉണ്ടായത്? ആരാണ് ഇതിന് സഹായം ചെയ്യുന്നത്? ഇതിനെല്ലാം സഹായം ചെയ്യുന്നവർ കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും തലപ്പത്തുണ്ട്. അതുകൊണ്ട് ഇത് ഞങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് 10 വോട്ടല്ല പ്രശ്നം. ഞങ്ങളുടെ പ്രശ്നം ഇവിടെ മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവും മാനം മര്യാദയ്ക്ക് സ്വന്തം മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഓരോരുത്തരും, ഞാൻ അമ്പലത്തിൽ പോകുന്ന ഭക്തയാണ്, ഞാൻ ചിലപ്പോൾ 2 കുറി വരയ്ക്കും, 3 കുറി വരയ്ക്കും. അതെൻ്റെ അവകാശമാണ്. അതിൽ ആർക്കും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ക്രിസ്ത്യൻ സഹോദരിക്ക് അവരുടെ പള്ളിക്കകത്ത് പോകാം, മുസ്ലിം സഹോദരിക്ക് അവരുടെ പള്ളിക്കകത്ത് പോകാം. നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ച് നമുക്ക് മറ്റൊരു കാശ്മീർ വേണോ? നമുക്ക് നമ്മുടെ അതിർത്തിയിൽ കിടക്കുന്ന ഭീകരവാദികൾ വന്ന് നമ്മുടെ മക്കളെ കൊല ചെയ്ത് കൊണ്ടുപോകണോ? അതിനാണോ നമ്മളിവിടെ സാംസ്കാരിക മേഖലയിൽ ആളുകൾ പ്രവർത്തിക്കുന്നത്? അതിനാണോ വിദ്യാഭ്യാസ മേഖലയെ ഉണർത്തണം എന്ന് പറയുന്നത്? അതിനു വേണ്ടിയിട്ടാണോ കേരളത്തെ കലാപഭൂമിയാക്കിയിട്ട് വേണോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും MP മാരായിട്ട് ഇവിടെ ഇരിക്കാൻ, ഭരിക്കാൻ?
മിസ്റ്റർ മുരളീധരനും KC വേണുഗോപാലും രാജ്മോഹൻ ഉണ്ണിത്താനും നാഴികയ്ക്ക് 40 വട്ടം അഭിപ്രായം മാറുന്നവരല്ലേ? എന്താ പ്രഖ്യാപിക്കാത്തത്? ഞങ്ങൾക്കൊരു ഭീകരവാദിയുടെയും വോട്ട് വേണ്ട എന്ന്. അതിനിപ്പോ കവടി നിരത്തി തുടങ്ങിയിരിക്കുകയാണ്. എന്തുത്തരം പറയണം? ആരുത്തരം പറയണം? സതീശൻ എന്ത് പറയണം? അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല എന്ത് പറയണം? എന്ത് ഇവർ മറുപടി പറയണം? ഇതാണോ രാഷ്ട്രീയം? നിലപാടുകളില്ലാത്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും ഭീകരവാദ ബാന്ധവം കൊണ്ടാണ് ഇന്നലെ നിവേദിതയ്ക്ക് ഇങ്ങനെ ഒരു സാഹചര്യം പൊന്നാനിയിൽ ഉണ്ടായിട്ടുള്ളത്. അത് വളരെ വേദനാജനകമാണ്, അത് അപലപനീയവുമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ആലപ്പുഴയിൽ NDA സ്ഥാനാർത്ഥിയുടെ ഫ്ലെക്സ് ബോർഡുകൾ കീറുന്നു, പോസ്റ്ററിൽ തലമാറ്റി ഒട്ടിക്കുന്നു, ഒപ്പം തന്നെ മാനനഷ്ട കേസ് കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനോട് ഇത്രയും വലിയൊരു പടയൊരുക്കം ആലപ്പുഴയിൽ? കാരണം കരുവന്നൂർ സഹകരണ സംഘത്തിൽ തട്ടിപ്പ് നടത്തിയപ്പോൾ, കണ്ട്ല സഹകരണ സംഘത്തിൽ തട്ടിപ്പ് നടത്തിയപ്പോൾ ഈ കേരളത്തിൽ വ്യാപകമായി സഹകരണ സംഘങ്ങളിലൂടെ പാവപ്പെട്ടവന്റെ പണമുണ്ടല്ലോ, അവൻ മുണ്ട് മുറുക്കി കൊടുത്തുകൊണ്ട് അവന്റെ മടിശീലയിൽ നിന്ന് സ്വരൂപിച്ച പണം വരെ കവർന്നെടുത്തുകൊണ്ട് ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടന്നപ്പോൾ അതിനെതിരെ രംഗത്ത് വരുന്നത് ശോഭാ സുരേന്ദ്രൻ ആയതുകൊണ്ട്. അപ്പോൾ എന്നെ കണ്ണൂരിൽ ഞാൻ പോയിരുന്നല്ലോ, 300 കോടി രൂപ കണ്ണൂരിലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അഴിമതി നടന്നു. ഈ അഴിമതി നടന്ന സമയത്ത് കണ്ണൂർക്കാർ തൃശ്ശൂരിലേക്ക് വണ്ടി കയറി എന്നെ കാണാൻ വന്നു. അവർ പല മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെയും കാണാൻ പോയി, പരിഹാരമുണ്ടായില്ല. ആ കണ്ണൂരിലെ സഹകരണ സംഘ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ കരഞ്ഞ് അവരുടെ വേദന നമ്മളോട് പങ്കുവയ്ക്കുന്നതിന്റെ ദൃശ്യം എൻ്റെ കയ്യിലുണ്ട്. വേണമെങ്കിൽ മാധ്യമ സുഹൃത്തുക്കൾക്ക് ഞാനത് തരാൻ തയ്യാറാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ മിണ്ടാതിരിക്കാൻ ശോഭാ സുരേന്ദ്രൻ തയ്യാറാകാത്തതുകൊണ്ട്, എൻ്റെ നാവിന് നീളം കൂടുതലാണെന്നാണ് അവർ പറയുന്നത്. എനിക്ക് നാവിന് നീളം കൂടുതലുള്ളത് കൊണ്ട് ഞാൻ ചിരിക്കുകയും അഭിനയിക്കുകയും കെട്ടിപ്പിടിക്കുകയും വോട്ട് ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യാൻ എനിക്ക് മനസ്സില്ലെന്നേ. എനിക്ക് ആ മനസ്സില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ കരിമണൽ കർത്തയെ പോലെയുള്ള ആളുകളുടെ പണപ്പെട്ടി പിന്നാമ്പുറത്തേക്ക് കൊണ്ടുവരാൻ താല്പര്യമുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഇപ്പൊ ഇന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ കോൺഗ്രസിലെ ഒരു ലീഡർ, അയാളുടെ പേര് മാത്യു കുഴൽനാടൻ എന്നാണ്. മാത്യു കുഴൽനാടനൊക്കെ ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇരുന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു, ഞാൻ അഴിമതിക്കെതിരാണ്, ഞാൻ മണൽ മാഫിയക്കെതിരാണ്, ഞാൻ കരിമണലിനെതിരാണ്, ഞാൻ കരിമണൽ കർത്തക്കെതിരാണ്, ഞാൻ എക്സാലോജിക്കിനെതിരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വെള്ളിമൂങ്ങ സിനിമയിൽ നമ്മുടെ ബിജു മേനോന്റെ ക്യാരക്ടർ ഉണ്ടല്ലോ, മണിമല മാമച്ചന്റെ റോളായിരുന്നു മിസ്റ്റർ മാത്യു കുഴൽനാടന് എന്ന് ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടു. കാരണം ഏറ്റവും വലിയ അഴിമതിക്കാരൻ, ഏറ്റവും വലിയ കരിമണൽ കടത്തിന്റെ ഒന്നാമത്തെ ആള്, കരിമണൽ കർത്തയുമായിട്ട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ആലപ്പുഴയുടെ മണല് സിർക്കോണിയവും ബ്രുസൈറ്റും മോണോസൈറ്റും വേർതിരിച്ച് അത് വലിയ വിലയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന ആ കർത്തയുമായിട്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തിയിട്ടുള്ള കർത്തയുടെ ഏറ്റവും അടുപ്പക്കാരൻ ശിശ്ര മോളെ എന്ന് പറയുന്ന രാജസ്ഥാന്റെ മൈനിങ് മിനിസ്റ്ററെ ഉപയോഗിച്ചുകൊണ്ട് അന്ന് ഇതിനാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കിയെടുത്തയാൾ, അയാളുടെ വക്കീലായിട്ട് മണിമല മാമച്ചൻ മാത്യു കുഴൽനാടൻ കേരളത്തിൽ ഇറങ്ങിയിരിക്കുക. നാണമുണ്ടോ സുഹൃത്തെ? കേരളത്തിലെ ജനങ്ങളെ ഒരു ഭാഗത്ത് പറ്റിക്കുക, മറുഭാഗത്ത് കരിമണൽ കർത്തയുടെ പെട്ടിയിലെ പണം വാങ്ങുക. നിങ്ങളൊക്കെ ഒരു രാഷ്ട്രീയ നേതാവാണോ? അങ്ങനെ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ശോഭാ സുരേന്ദ്രൻ വേണ്ട, ശോഭാ സുരേന്ദ്രൻ പാർലമെന്റിൽ പോകരുത്, അഴിമതിക്കെതിരെ സംസാരിക്കരുത്. ശോഭാ സുരേന്ദ്രൻ നിയമസഭയിൽ മത്സരിക്കുമ്പോൾ മുന്തി ആളുകളെ തന്നെ എതിരിടാൻ വേണ്ടിയിട്ട് ഇറക്കുകയാണ്. 10 കൊല്ലം പാർലമെന്റിൽ പോയ NN കൃഷ്ണദാസിനോട് പാലക്കാട് മത്സരിക്കാൻ പറയുക. എന്നിട്ട് ആ NN കൃഷ്ണദാസിനെ 3-ാം സ്ഥാനത്ത് ഞങ്ങളാക്കി പാലക്കാടില്. ഇത് എന്തുകൊണ്ടാണ് എന്ന് മോള് ചോദിച്ചതിന്റെ ഉത്തരം, ഇത് ശോഭാ സുരേന്ദ്രൻ കേരള രാഷ്ട്രീയത്തിലെ, കേരളത്തിലെ, ഇന്ത്യയിലെ അഴിമതിക്കാർക്കെതിരെ പോരാട്ടം നടത്തുന്നത് കൊണ്ട് ഞാൻ അതെല്ലാം ഏറ്റെടുക്കാൻ തയ്യാറാണ്. എൻ്റെ കൂടെ ജനാധിപത്യ വിശ്വാസികളുണ്ട്, എൻ്റെ കൂടെ അഴിമതിക്കെതിരെ നിൽക്കുന്നവരുണ്ട്. അവരുടെ ശക്തമായ കരങ്ങൾ നമ്മൾ കൂട്ടിപ്പിടിക്കാൻ തയ്യാറാണ്. എന്ത് വില, അതിനുവേണ്ടി എന്ത് നഷ്ടപ്പെട്ടാലും വേണ്ടില്ല. ആലപ്പുഴക്കാരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, ഞാൻ പ്രതീക്ഷിക്കുന്നത് വലിയ ഭൂരിപക്ഷത്തിലുള്ള വോട്ട് എനിക്ക് നൽകണം എന്നാണ് ഞാൻ എൻ്റെ അമ്മമാരോടും സഹോദരിമാരോടും പറയുന്നത്. കാരണം പിന്നാമ്പുറത്ത് അണിയറ ചർച്ചകൾ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസുമായിട്ടാണുള്ളത്. ഇന്നലെ മാത്യു കുഴൽനാടൻ പറഞ്ഞിരിക്കുകയാണ്, മാർക്സിസ്റ്റ് പാർട്ടി ഞങ്ങളുടെ, അതായത് ഞങ്ങളുടെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ വീടുകൾക്കകത്ത് കയറി ഇറങ്ങിക്കൊണ്ട് പാവപ്പെട്ടവനെ വെട്ടിക്കീറി ചോര കുടിച്ച കണ്ണൂരിലെ റെമിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയ ആ റെമിത്തിന്റെ അച്ഛനെ കൊലപ്പെടുത്തിയ ആ പിണറായി വിജയന്റെ പാർട്ടിയുമായിട്ട് ഞങ്ങൾ കൂട്ടുകൂടും എന്നുള്ള സ്വപ്നമുണ്ടല്ലോ. ആ സ്വപ്നം എന്തിനാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞിട്ടുള്ളത്? ആ സ്വപ്നം മാത്യു കുഴൽനാടൻ പറഞ്ഞത് അത് പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും KC വേണുഗോപാലിന്റെ പെട്ടിയിലേക്ക് 10 വോട്ടുകൾ മണിമല മാമച്ചന് വാങ്ങിക്കൊടുക്കാൻ സാധിക്കുമോ എന്നതിന്റെ താല്പര്യാർത്ഥമാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെ കയ്യിൽ ജനാധിപത്യത്തിൽ ഒരു കണക്ക് പുസ്തകമുണ്ട്. ആ കണക്ക് പുസ്തകത്തിൽ നല്ലവരായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ പേര് ഞങ്ങൾക്കുണ്ട്, സാധാരണ ജനങ്ങളുടെ പേര് ഞങ്ങളോടൊപ്പം ഉണ്ട്. ഇതിൽ
ക്രൂരന്മാരായ ആളുകളുടെ പേര് വിവരവും ഞങ്ങളുടെ മനസ്സിനകത്തും ആ കണക്ക് പുസ്തകത്തിനകത്തും ഉണ്ട്. അവരോട് പറയാനുള്ളത് കാലം മാറിപ്പോയി. ജനങ്ങൾ ആരും കൊലപാതകത്തിനും കൊട്ടേഷനൊന്നും പോകാൻ ഇപ്പം നേരമില്ല. പിണറായി വിജയന്റെ മകൻ വിവേകിന് കൊട്ടേഷനൊന്നും ബന്ധമില്ലല്ലോ. എന്താ പാർട്ടിയുടെ കൊടി പിടിക്കാത്തത്? എന്താണ് മകൾ പാർട്ടിയുടെ കൊടി പിടിക്കാത്തത്? ഇതൊന്നും അവർക്ക് വേണ്ട. ഇവിടുത്തെ സാധാരണക്കാരൻ ഏരിയ സെക്രട്ടറിയുടെ മകൻ, ലോക്കൽ സെക്രട്ടറിയുടെ മകൻ, അവൻ പഠിക്കണ്ട. അവൻ പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ സഖാവായിട്ട് ഇൻകുലാബ് സിന്ദാബാദും വിളിച്ച് നശിച്ചാൽ മതി എന്ന് തീരുമാനമെടുക്കുന്നത് അത് ആലപ്പുഴക്കാർ നിർത്തിയെന്നേ. അവർ തീർച്ചയായിട്ടും അവരുടെ വികാരം, അവരുടെ വിചാരം സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ, കൃഷ്ണപിള്ളയെ, AK ഗോപാലനെ, ഏറമ്പാല കൃഷ്ണൻ നായനാരെ, ഈവൻ അച്യുതാനന്ദനെ വരെ അച്യുതാനന്ദന്റെ കൈകളിൽ ചങ്ങലയിട്ടിരിക്കുകയായിരുന്നു. എന്നിരുന്നാലും ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സഖാവും പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ സ്വപ്നങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള ഒരു വലിയ വികാരം, മാർക്സിസ്റ്റ് പാർട്ടിയിലെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുടെ വികാരം ആലപ്പുഴയിൽ ഇത്തവണ പാവങ്ങളുടെ പടനായകനായിട്ടുള്ള നരേന്ദ്രമോദിയോടൊപ്പമായിരിക്കും. അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കുത്തിയിട്ടുള്ള, അദ്ദേഹം വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നമായിട്ടുള്ള താമരയോടൊപ്പമായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രാഷ്ട്രീയത്തിനപ്പുറം ആലപ്പുഴക്കാരുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുകയാണ് ശോഭാ സുരേന്ദ്രൻ. ആലപ്പുഴയിൽ നിന്നും വിജയത്തിൽ കുറഞ്ഞ് ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല എന്നും സ്ഥാനാർത്ഥി പറയുന്നു. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം നിഷാ ദിലീപ്, ജനം.